ഈ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല. രാഹുൽ ഗാന്ധി പല വിദേശ രാജ്യങ്ങളിലും പോയി ഈ നോക്കി വായിക്കുന്ന പേപ്പറിൻ്റെ സഹായമില്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നേർക്ക് നേരെ സംസാരിക്കുമ്പോൾ, അത് വളച്ചൊടിക്കാതെ സത്യസന്ധമായി വർത്തമാനം പറയുമ്പോൾ, അതിനെ എങ്ങനെങ്കിലും ഒരു വശത്ത് കടുത്ത രാജ്യദ്രോഹമാക്കണം എന്നാഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് പ്രധാനമന്ത്രി വേറൊരു രാജ്യത്തേക്ക് പോയാൽ ആഗോള സംഗതികളെ സംബന്ധിച്ചും തൻ്റെ രാജ്യത്തിൻ്റെ മെച്ചത്തെക്കുറിച്ചുമൊക്കെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, പ്രതിപക്ഷ നേതാവായി പോകുന്ന ആളിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ സ്വരത്തിൻ്റെ ഭാവവും ജനങ്ങളുടെ ശബ്ദവും ഒക്കെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാവണം. അങ്ങനെ മറുപടി പറയുമ്പോൾ അത് ഭരിക്കുന്ന പാർട്ടിക്ക് എതിരാകുന്നു എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് ഭരിക്കുന്ന പാർട്ടിക്കെതിരെയോ ഭരിക്കുന്ന സർക്കാരിനെതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാവുന്നു എന്ന തരത്തിലേക്കാണ്. യഥാർത്ഥത്തിൽ രാജ്യദ്രോഹം രാജ്യത്തിൻ്റെ പരമാധികാരത്തെ സംബന്ധിച്ച വിഷയങ്ങളിലാണ് വരുന്നത്. രാഷ്ട്രീയ പാർട്ടികളെയോ സർക്കാരിനെയോ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ല. പക്ഷേ ഇപ്പോഴത്തെ രാജ്യദ്രോഹത്തിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയല്ല. നമ്മൾ പട്ടാളക്കാരെ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ഒക്കെയും ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയോട് സംവരണത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീതിയുക്തമായ ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ സംവരണം അവസാനിപ്പിക്കാം, അത് ഉണ്ടാകുന്നതുവരെ സംവരണം തുടരുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഇതൊരു പുതിയ കാര്യമല്ല. ഈ സംവരണം തുടങ്ങിയ സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്, ഭരണഘടനയിലുള്ളതാണ്, ഒരു തുല്യമായ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാകുന്നത് വരെ ഇത് തുടരണമെന്നാണ് പറഞ്ഞത്. സംഗതി അതിപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ IT സെൽ ഏറ്റെടുത്ത് സംവരണത്തിനെതിരെ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ എന്ന് പറഞ്ഞ് സംഗതി സാമൂഹ്യ മാധ്യമത്തിലൂടെ കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ജനസംഖ്യാനുപാതികമായ സംവരണം വേണമെന്നും ജാതി സെൻസസ് വേണമെന്നുമൊക്കെ ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി പിന്നോക്ക ദളിത് വിഭാഗങ്ങളിൽ ഒരു വലിയ ചാമ്പ്യനായി, ഒരുപക്ഷെ VP സിംഗിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവരുടെ ശബ്ദമായി കരുതി പോരുന്ന ഒരാളിനെ ഇങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി വളച്ചൊടിച്ച് അതിനെ മറ്റൊരു തരത്തിലേക്ക് വിടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു സംഗതി. അത് വലിയ ചർച്ചയായിരിക്കുകയാണ്, വലിയ രസകരവുമാണ്. സത്യത്തെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് മാറ്റിമറിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ആത്യന്തികമായി അത് പരാജയപ്പെടുകയല്ലേ ചെയ്യൂ.